അസ്സലാമു അലൈക്കും. ഞാനൊരു നെല്ലിക്കച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും അച്ചാറുണ്ടാക്കും, പക്ഷേ മിക്കവർക്കും പേടിയാണ് പൂത്തു പോകുമെന്നുള്ളത്. കുറച്ച് ടിപ്സുകൾ അറിഞ്ഞാൽ അച്ചാർ പൂക്കില്ല. അതിനാദ്യം വേണ്ടത്, ഇപ്പോൾ ഇതൊരു 3/4 കിലോ നെല്ലിക്കയാണ്. അത് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചേക്കണേന്. വെള്ളം പാടില്ല അച്ചാർ ഉണ്ടാക്കുമ്പോൾ, അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ 8 വലിയ പച്ചമുളക്, ഒരു 15 വെളുത്തുള്ളി, 2 വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ. പിന്നെ അതേ അച്ചാർ നെല്ലിക്ക നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്താൽ മതി, പേസ്റ്റ് പരുവമാകണ്ട. ഇതെല്ലാം കൂടി നന്നായിട്ട് ചതക്കുക. പിന്നെ വലിയൊരു കട്ടിയുള്ള പാത്രത്തിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക. ഇപ്പം ഞാനും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. നല്ലെണ്ണ വേണ്ടവർക്ക് നല്ലെണ്ണ യൂസ് ചെയ്യാം. രണ്ടും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയും വെളിച്ചെണ്ണയും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ നെല്ലിക്കില്ലേ, അതൊന്ന് ഈ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റുമ്പോൾ ഇനിയിപ്പോൾ അതിൽ എന്ത് വെള്ളം ഉണ്ടെങ്കിലും ആ വെള്ളം വലിഞ്ഞു പൊയ്ക്കോളും. അപ്പം പൂക്കൊന്ന് അതിൻ്റെ സ്റ്റേജ് മാറിപ്പോകും. ഫസ്റ്റ് സ്റ്റേജ് അതാണ്. ഈ വെള്ളം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ പൂക്കുന്ന പ്രശ്നം വരുന്നത്. അപ്പം ഇങ്ങനെ വഴറ്റുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞു പോയിക്കോളും. എന്നിട്ട് ഈ വഴറ്റിയതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റണം. എന്നിട്ട് ആ സെയിം പാത്രത്തിൽ ഇതിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, പഞ്ചസാര, ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം ഫസ്റ്റ് നമ്മൾ ആ ഉപ്പിട്ടാൽ അത് വഴറ്റുമ്പോൾ അത് ഉപ്പ് പിടിക്കില്ല. അതാണ് വഴറ്റി കഴിഞ്ഞിട്ട് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്യണത്. പഞ്ചസാര ചേർക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ നെല്ലിക്കൻ്റെ ചവർപ്പ് മാറാൻ. പിന്നെ ബാക്കി ആ ഉരുളിയിൽ തന്നെ ബാക്കി കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇടണം. ഇട്ടിട്ട് നന്നായിട്ട് വഴഞ്ഞ് വരണം. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴഞ്ഞു വരണം. അപ്പോൾ ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ സിമ്മിൽ വെച്ച് വേണം അച്ചാറിടാൻ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ എല്ലാം സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി നല്ല മൂത്ത പരുവമാകണം. പിന്നെ അതേപോലെ അച്ചാറിടുമ്പോൾ നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞതിന് ശേഷം, ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം കുപ്പിയിലാക്കുക. നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഈ വഴഞ്ഞതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 വലിയ ടീസ്പൂൺ പിരിയമുളക് പൊടി. പിരിയമുളക് പൊടി ഇടുന്നത് അതിന് നല്ല കളറും ഗ്രേവിയും കിട്ടാനാണ്. പിന്നെ എരിവിന് നമ്മൾ 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത് കൂടാണ്ട് 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. ഇതിപ്പോൾ റേഷൻ കടയിലെ മുളക് പൊടിയാണ്. ഇതിന് എരിവ് ഉണ്ട്, പക്ഷെ നിറമില്ല. അപ്പം എരിവുള്ള, നിങ്ങളുടെ കയ്യിൽ എന്താണ് എരിവുള്ളത് അതൊരു 1.5 ടീസ്പൂൺ ചേർക്കുക മുളക് പൊടി. അതും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. വഴറ്റിയിട്ട് പൊടികളൊക്കെ മൂത്ത് നല്ല ഡാർക്ക് കളറാവും. എന്നാൽ കരിയാനും പാടില്ല. ആ പരുവാകുമ്പോൾ ആണ് അച്ചാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത്. 1.5 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, വറുത്ത് പൊടിച്ച ഉലുവയാണിത്. പിന്നെ വറുത്തില്ലെങ്കിലും നമ്മൾ ഈ ചട്ടിയിലിടുമ്പോഴും അത് മൂത്ത് വരും. അപ്പോൾ മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടുമെങ്കിൽ വെറുതെ പൊടിച്ചാലും മതി. 1.5 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1 ടീസ്പൂൺ കായപ്പൊടി, ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതുള്ളത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് നമുക്ക് അച്ചാർ പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെല്ലാവരുടെ വീട്ടിലുള്ളതാണ്. പിന്നെ 1 കപ്പ് വിനാഗിരി, ഇതിനെ സുർക്കാന്നും പറയും. ഈ 1 കപ്പ് വിനാഗിരിക്ക് 2 കപ്പ് വെള്ളം ചേർക്കണം. നെല്ലിക്കച്ചാർ ആയതുകൊണ്ടാണ് 2 കപ്പ് വെള്ളം ചേർക്കുന്നത്. കാരണം നെല്ലിക്ക വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ വെള്ളം കുറഞ്ഞാൽ ഗ്രേവി കുറയും. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ചേർക്കുന്നത്. നന്നായിട്ട് വെള്ളം തിളക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കരയാണ് ചേർക്കണത്. 3 ടീസ്പൂൺ ശർക്കര. നെല്ലിക്കയ്ക്ക് ശർക്കര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും. ഈ പഞ്ചസാര വേണ്ടിയവർക്ക് പഞ്ചസാര ചേർക്കാം. അതേപോലെ തന്നെ 3 ടീസ്പൂൺ ചേർത്താൽ മതി.
അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ വഴറ്റി വെച്ച നെല്ലിക്ക ഉണ്ടല്ലോ അത് ചേർക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നെല്ലിക്ക ചേർക്കുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. ഇനി തീ പാടില്ല, കാരണം കടിക്കണ പരുവമായിരിക്കണം അച്ചാർ എപ്പോഴും. വെന്ത് പോയാൽ വേറൊരു ടേസ്റ്റ് വരും. ഇത് ഇനി തീ ഓഫ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്യണത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ നമ്മൾ ഇളക്കുന്ന കയ്യിലൊന്നും ഒട്ടും വെള്ളം പാടില്ല. മിക്സ് ചെയ്തിട്ട് ഇത് തുറന്നു വെക്കുക. ചൂടാറി കഴിയുന്നത് വരെയും തുറന്നു വെക്കുക. മൂടി വെക്കാനേ പാടില്ല. ഇതിൻ്റെ ആവിയിൽ വെള്ളം ഇറങ്ങിയിട്ടത് പൂത്തു പോകും. ഇപ്പോൾ 5 ദിവസത്തിന് ശേഷം ഞാൻ ഈ അച്ചാർ എടുക്കുന്നത്. നല്ല ഉണങ്ങിയ കുപ്പിയിലാക്കി വെച്ചേക്കണേണ്. ഇടുന്ന പാത്രങ്ങളും ശ്രദ്ധിക്കണം, ഒരു തരി വെള്ളം പോലും പാടില്ല. ഇപ്പം 5 ദിവസത്തിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. നോക്കിക്കേ, എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്ന് നല്ല കടിക്കണ പരുവായിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.